നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ മേയറും സംഘവും തലസ്ഥാന നഗരിയിൽ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള പദ്ധതിയിലാണ്. രാജ്യത്തെ മികച്ച വികസന മാതൃകകൾ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടപ്പിലാക്കുക എന്നതാണ് തന്റെ ആഗ്രഹമെന്ന് മേയർ വി രാജേഷ്. അദ്ദേഹം അതായത് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, കാഴ്ചപ്പാടുകൾ ഒക്കെ കൈമാറിയിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചതിൽ നിന്ന് കിട്ടിയ ചില കാഴ്ചപ്പാടുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തലസ്ഥാന നഗരിയിൽ അത് നടപ്പിലാക്കാനുള്ള വികസന മാതൃകകൾ നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി തനിക്കുണ്ട് എന്ന് മേയർ വ്യക്തമാക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ വികസന മാതൃകകൾ നേരിട്ട് കണ്ടു പഠിക്കാൻ ജനപ്രതിനിധികളെ അയച്ചത് പ്രധാനമന്ത്രി നേരിട്ടാണ്. നമുക്കറിയാം, ഈ മേയറും സംഘവും അതായത് അവിടേക്ക് ഡൽഹിയിലേക്ക് പോകുന്നു. അവരുടെ ഷെഡ്യൂൾ അതായത് പ്രധാനമന്ത്രിയെ കണ്ടു മടങ്ങുക എന്തായിരുന്നു. പക്ഷെ ഇതിനിടയിൽ പ്രധാനമന്ത്രി ആ സമയത്ത് അവരോട് നിർദ്ദേശിച്ചു, ചില സംസ്ഥാനങ്ങളിലെ അതായത് BJP ഭരിക്കുന്ന കോർപ്പറേഷനുകളിൽ പോയി കാണണം, അവിടുത്തെ മാതൃകകൾ സ്വീകരിക്കണം എന്നതടക്കമുള്ളൊരു നിർദ്ദേശം പ്രധാനമന്ത്രി നൽകുന്നു. ഇതനുസരിച്ച് ചില സംഘം അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിരുന്നു. പക്ഷേ മേയറും ഡെപ്യൂട്ടി മേയറും ഇവിടെ ബജറ്റിന്റെ ഒരു തയ്യാറെടുപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇവിടേക്ക് മടങ്ങുകയും ചെയ്തു. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് നിർദ്ദേശിച്ചതാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ വികസന മാതൃകകൾ നേരിട്ട് കണ്ടു പഠിക്കാൻ ജനപ്രതിനിധികളെ അയക്കുകയും ചെയ്തു. ചിലപ്പോൾ ഒരു അധ്യാപകനെ പോലെയും, ചിലപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയും, മറ്റു ചിലപ്പോൾ ആകട്ടെ ഒരു അച്ഛനെ പോലെ, ഒരു പിതാവിനെ പോലെയും, ചിലപ്പോൾ ലോക നേതാവിനെ പോലെയാണ് പ്രധാനമന്ത്രിയുടെ പെരുമാറ്റം എന്നാണ് മേയർ പറയുന്നത്. പല തലങ്ങളിലുള്ള വ്യക്തിത്വമായിട്ടാണ് പ്രധാനമന്ത്രി തങ്ങളോട് സംസാരിച്ചതെന്ന് മേയർ പറഞ്ഞു. തൻ്റെ 25 വർഷത്തെ ഭരണപരിചയം അദ്ദേഹം ഞങ്ങളുമായി പങ്കുവെച്ചുവെന്നും ആ അനുഭവമാണ് തങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളതെന്നും വി രാജേഷ് വ്യക്തമാക്കി. രാജ്യത്തിന് പ്രഥമ പരിഗണന നൽകണം, പിന്നീട് ജനങ്ങൾക്കും സമൂഹത്തിനും പ്രസ്ഥാനത്തിനും പരിഗണന നൽകണം. എങ്കിൽ മാത്രമേ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സ്ഥാനം നൽകാവൂ എന്നാണ് മോദി നൽകിയ ഉപദേശമെന്നും വി രാജേഷ് പറഞ്ഞു. അത് തങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് ആ ഒരു ഉപദേശത്തിൽ നിന്ന് കിട്ടിയതെന്നും വി രാജേഷ് വ്യക്തമാക്കി. തിരുവനന്തപുരത്തിനായി കോടികളുടെ പദ്ധതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നത് മാധ്യമ പ്രചരണം മാത്രമാണെന്നും കോർപ്പറേഷൻ അർഹമായത് നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മേയർ പറഞ്ഞു. അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ കാണുന്നു, തിരുവനന്തപുരത്തിനായി കോടികളുടെ പദ്ധതികളുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് ചില പ്രചാരണങ്ങളൊക്കെ വരുന്നു. അതൊക്കെ വാസ്തവവിരുദ്ധമാണെന്ന് പറയുകയാണ് മേയർ വി രാജേഷ്. ഭരണത്തിന്റെ ആദ്യഘട്ടത്തിൽ അർഹരായ 2000 പേർക്ക് എത്രയും വേഗം വീട് ലഭ്യമാക്കുന്നതിനായിരിക്കും മുൻഗണന. 45 വർഷത്തെ ഇടതുഭരണ സംവിധാനത്തിൽ നിന്ന് പുതിയ രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എങ്കിലും ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരും പുതിയ ഭരണസമിതിയുമായി സഹകരിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു സഹകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നും മേയർ വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ ദേശീയ BJP നേതൃത്വം അതീവ പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നതെന്നും മേയർ വ്യക്തമാക്കി. അതേസമയം ചില ചോദ്യങ്ങളുണ്ടായി. ഡൽഹിയിൽ പോയതിന് എന്ത് ഗുണമുണ്ടായി എന്ന ഒരു ചോദ്യമുണ്ടായി. ആ ചോദ്യങ്ങൾക്കൊരു മറുപടിയുമായി മേയർ വി രാജേഷ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ഡൽഹി യാത്രയിൽ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് തെരുവ് നായ പരിപാലനത്തിൽ ചർച്ചകൾ നടത്തിയെന്നും ഒടുവിൽ 45 ദിവസം കൊണ്ട് 450 നായകളെ വന്ധീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മേയർ പ്രതീക്ഷ പങ്കുവച്ചു. അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം ഫേസ്ബുക്കിലൂടെ നടത്തിയ ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ഡൽഹി യാത്രയിൽ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ചകളുടെ തുടർച്ചയായി ഉദ്യോഗസ്ഥരായ S രാജീവ്, NDDB എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോമി ജേക്കബ്, റീജിയണൽ ഹെഡ് എന്നിവർ തിരുവനന്തപുരത്തെത്തുകയും തെരുവ് നായകളെ പാർപ്പിച്ചിരിക്കുന്ന വിഴിഞ്ഞത്ത് ഷെൽട്ടറിൽ സന്ദർശനം നടത്തി. തൃപ്തികരമായ വിലയിരുത്തലിന് ശേഷം കോർപ്പറേഷനിൽ വെറ്റിനറി ഡോക്ടർ ശ്രീരാഗ്, ഷെൽട്ടർ ഉടമ ശ്രീമതി സംഗീത സുരേഷ് എന്നിവരുമായി തെരുവ് നായ പരിപാലനത്തിന്റെ അടുത്ത ഘട്ടം ചർച്ചകൾ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് ആദ്യവാരം NDDB ഉടമസ്ഥതയിലുള്ള പോർട്ടബിൾ ABC സെന്റർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തനം തുടങ്ങി. 45 ദിവസം കൊണ്ട് 450 നായകളെ വന്ധീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൽഹിയിൽ പോയതിന് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നവരോട് ഇത്തരത്തിൽ ഓരോ പ്രവർത്തനങ്ങളാണ് മറുപടി. ഇന്നലെ ഞങ്ങളെത്തി, ഒപ്പം ഡൽഹിയിൽ സംസാരിച്ച ഉദ്യോഗസ്ഥരും എത്തിയെന്നും വി രാജേഷ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. എന്തായാലും ഡൽഹിയിലെത്തിയ കേരളത്തിൽ നിന്നുള്ള BJP ജനപ്രതിനിധി സംഘം വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ കോർപ്പറേഷനുകൾ സന്ദർശിക്കാൻ യാത്ര തിരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു യാത്ര തിരിച്ചത്. 100ഓളം ജനപ്രതിനിധികൾ 9 സംഘമായാണ് വിവിധ സംസ്ഥാനങ്ങളിലെ BJP ഭരിക്കുന്ന 9 നഗരസഭകൾ സന്ദർശിക്കുന്നത്. എവിടെയൊക്കെയാണ് അവർ സന്ദർശിക്കുന്നതെന്ന് നോക്കാം. ഗുജറാത്തിലെ സൂറത്ത്, അഹമ്മദാബാദ്, വഡോദര, മധ്യപ്രദേശിലെ ഭോപ്പാൽ, ഗോളിയർ, ഗോവയിലെ പനജി, ഉത്തർപ്രദേശിലെ
ഉത്തർപ്രദേശിലെ മീററ്റ്, ഗാസിയാബാദ്, ഹരിയാനയിലെ ഫരീദാബാദ് നഗരസഭകളാണ് സന്ദർശിക്കുന്നത്. വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി BJP സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ബജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുള്ളതിനാൽ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കമുള്ളവർ കേരളത്തിലേക്ക് തിരിച്ചിരുന്നു. മാത്രമല്ല, രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ജനപ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജനപ്രതിനിധികളിൽ സ്ത്രീകളുടെ വർദ്ധിച്ച പങ്കാളിത്തത്തിൽ രാഷ്ട്രപതി സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത സംഘവുമായി സംബന്ധിച്ചു. BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി എന്നിവർ പങ്കെടുത്തു. ഡൽഹി മേയർ രാജ ഇക്ബാൽ സിംഗ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് എന്നിവരും പങ്കെടുത്തിരുന്നു. എന്തായാലും മോദിയുമായുള്ള കൂടിക്കാഴ്ച വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടറുമായി വിവിധ പദ്ധതികളെ സംബന്ധിച്ച് സംസാരിച്ചു. എല്ലാ കൗൺസിലർമാർക്കും അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചുവെന്നും മേയർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാവർക്കും പറഞ്ഞു നൽകിയെന്നും അമിത്ഷാ പാർലമെന്റിലായതിനാൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല എന്നും മേയർ VV രാജേഷ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഡൽഹി യാത്ര കൊണ്ടുള്ള ഗുണം ബജറ്റിൽ ഉൾപ്പെടെ കാണാൻ പറ്റുമെന്നും തിരുവനന്തപുരത്ത് ഭരണസ്തംഭനമില്ലെന്നും 2 പ്രധാന ചുമതലക്കാരെ കോർപ്പറേഷനിൽ നിർത്തിയിട്ടുണ്ടെന്നും നഗരസഭയുടെ ഫണ്ട് കൊണ്ടല്ല ഡൽഹി യാത്രയെന്നും VV രാജേഷ് വ്യക്തമാക്കിയിരുന്നു. നഗരസഭയിലെ 50 BJP കൗൺസിലർമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലെത്തിയത്. കേരള എക്സ്പ്രസിലായിരുന്നു യാത്ര. BJPക്ക് പിന്തുണ നൽകിയ നഗരാസൂത്രണ സ്ഥിര സമിതി ചെയർമാൻ പാറ്റു രാധാകൃഷ്ണൻ യാത്രയിലുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ R ശ്രീലേഖയും യാത്രയിലുണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. വിവിധ റെയിൽവേ സ്റ്റേഷനിൽ കൗൺസിലർമാർക്ക് സ്വീകരണം കിട്ടിയിരുന്നു. എന്നാലും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരായ മനോഹർ ലാൽ ഖട്ടർ, നിതിൻ ഗഡ്കരി, ജോർജ് കുര്യൻ തുടങ്ങിയവരുമായി സന്ദർശനം നടത്തി. അതിനുശേഷമാണ് അവർ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ഇവർ ഈ യാത്രയിലായിരുന്ന സമയത്ത് ഇവിടെ ഭരണസ്തംഭനമുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷെ ഓൺലൈനായിട്ട് ചില കോർപ്പറേഷന് ഭരണം നിർവഹിച്ചിരുന്നുവെന്ന് മേയർ അവകാശപ്പെട്ടു. ദൈനംദിന പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാൻ ഓൺലൈനിൽ ഭരണ നിർവഹണം നടത്തിയെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു. ഓൺലൈനായി ഫയലുകൾ പരിശോധിച്ച് അംഗീകരിക്കുന്നുണ്ടെന്നും ആവശ്യമായ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും മേയർ VV രാജേഷ് വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരുമായി തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി കൂടിക്കാഴ്ച നടത്തുന്നുവെന്നും ഓരോ സെക്ഷനും കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഓൺലൈനായി സെക്രട്ടറിയുമായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി ഫയലുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്യും. ലാപ്ടോപ്പിൽ മേയറുടെ ലോഗിനിൽ കയറി ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. ആശുപത്രികളുടെ ചെലവ്, ജീവനക്കാരുടെയും ദിവസവേതനക്കാരുടെയും ശമ്പളം, ഇന്ധന ബിൽ ഉൾപ്പെടെ ഒരു കാര്യവും തടസ്സപ്പെട്ടിട്ടില്ല. അതെല്ലാം അപ്പോൾ തന്നെ പാസ്സാക്കി വിടുമെന്നും മേയർ VV രാജേഷ് വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് കൗൺസിലർ K ശബരിനാഥനാണ് ഇത്തരത്തിൽ ഒരു ആരോപണം, അതായത് കോർപ്പറേഷനിൽ വലിയ പ്രതിസന്ധിയാണെന്ന് ശബരിനാഥൻ പറഞ്ഞിരുന്നു. വാർഡ് സഭകൾ ചേരാൻ കോർപ്പറേഷൻ തന്നെ തീയതി തന്നിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരില്ലാത്തതിനാൽ ചേരാൻ കഴിഞ്ഞിട്ടില്ല. ശ്മശാനത്തിലെ ജീവനക്കാരുടെ പണവും ഗ്യാസിന്റെ കുടിശ്ശികയും നൽകാനുണ്ട് എന്നതടക്കമുള്ള ആരോപണം ശബരിനാഥിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷം, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷം ആരോപിച്ചത് ഭരണസ്തംഭനമുണ്ട്, മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും സംഘവും ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അത്തരത്തിൽ യാതൊരു ഭരണസ്തംഭനവും ഇല്ല എന്ന് മേയർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.